വെൽക്കം ടു മെക്ഫിറ്റ്. ഇന്ന് നമുക്ക് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഡ്രില്ലിംഗ് മെഷീൻസിനെ കുറിച്ചാണ്. പ്രധാനമായിട്ടും പ്രിൻസിപ്പൽ ടൈപ്സ് ഓഫ് ഡ്രില്ലിംഗ് മെഷീൻസ് എന്ന് പറഞ്ഞാൽ 4 പ്രിൻസിപ്പൽ ടൈപ്സ് ഓഫ് ഡ്രില്ലിംഗ് മെഷീൻസ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെൻസിറ്റീവ് ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ, സെക്കൻഡ് വൺ പില്ലർ ഡ്രില്ലിംഗ് മെഷീൻ, തേർഡ് വൺ കോളം ഡ്രില്ലിംഗ് മെഷീൻ ആൻഡ് ഫോർത്ത് വൺ റേഡിയൽ ആം ഡ്രില്ലിംഗ് മെഷീൻ, അതിനെ അല്ലെങ്കിൽ റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയും. ഇപ്പോൾ ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് സെൻസിറ്റീവ് ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻസിൻ്റെ ഒരു ഫിഗറാണ്. ഓക്കെ, ഈ ഫിഗർ എന്ന് പറയുന്നത് ഒരു സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീനാണ്. അതിൽ വേരിയസ് പാർട്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബേസ്, വർക്ക് ടേബിൾ, ഈ കാണുന്നത് കോളം, പിന്നെ ഒരു ഡ്രൈവിംഗ് മോട്ടർ വരും, പിന്നെ ഇതിൽ ഡിഫറെൻറ്റ് സ്പീഡ് അച്ചീവ് ചെയ്യാനായിട്ടൊരു സ്റ്റെപ്ഡ് കോൺപുള്ളി വരും. ഓക്കെ, പിന്നെ ഒരു ഫീഡ് ഹാൻഡിലുണ്ട്, പിന്നെ ഡെപ്ത് ഗേജും സ്റ്റോപ്പും ഉണ്ട്. ഈ കാണുന്ന ചക്കാണ്. ഈ ചക്കിലായിരിക്കും നമ്മൾ ഡ്രിൽ ബിറ്റ് ഹോൾഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ചക്ക് യൂസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മെഷീൻ സ്പിൻഡിലെ ടേപ്പേർഡ് ഹോൾഡിലായിരിക്കും ഡ്രിൽ ബിറ്റ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് ചോദിക്കുന്നത്? PSC പോയിന്റ് ഓഫ് വ്യൂവിൽ സെൻസിറ്റീവ് ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻസ് എന്ന് ചോദിക്കാവുന്ന 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒന്ന്, ഇത് ഏത് തരം വർക്കിനാണ് യൂസ് ചെയ്യുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. ലൈറ്റ് ഡ്യൂട്ടി വർക്കിനാണ് സെൻസിറ്റീവ് ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ബെഞ്ച് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ ഡ്രില്ലിംഗ് മെഷീൻസ് നമ്മൾ ബെഞ്ചിലാണ് ഹോൾഡ് ചെയ്യുന്നതെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്ത നമുക്കൊരു ഡ്രില്ലിംഗ് മെഷീൻ പഠിക്കാനുണ്ട്. അപ്പോൾ അതും ഇതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. അത് ഈ ഹോൾഡ് ചെയ്യുന്നതിലുള്ള വ്യത്യാസമാണ്. ഓക്കെ, നെക്സ്റ്റ്, ദിസ് മെഷീൻ ഈസ് കേപ്പബിൾ ഓഫ് ഡ്രില്ലിംഗ് ഹോൾസ് അപ് ടു 12.5 mm ഡയമീറ്റർ. നെക്സ്റ്റ് പോയിന്റ്, PSC പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, എത്ര ഡയമീറ്റർ ഉള്ള ഹോൾ വരെ ഇതിൽ ഡ്രില്ല് ചെയ്യാം? 12.5 mm ഡയമീറ്റർ ഉള്ള ഹോൾ വരെ ഇതിൽ നമുക്ക് ഡ്രില്ല് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡ്രില്ലെന്ന് പറയുന്നത് ഒന്നുകിൽ ചക്കിൽ ഫിറ്റ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ടേപ്പേർഡ് ഹോൾ ഓഫ് ദ മെഷീൻ സ്പിൻഡിൽ. ഓക്കെ, ഡയറക്റ്റ്ലി ആ മെഷീൻ സ്പിൻഡിലിൻ്റെ ടേപ്പേർഡ് ഹോളിൽ ഫിക്സ് ചെയ്തിരിക്കും. പിന്നെ ഇതാണ് നമ്മുടെ വർക്ക് ടേബിൾ. അതിൽ നമുക്ക് വർക്ക് ഒന്നുകിൽ ഹൊറിസോണ്ടലായിട്ട് ഇതിൻ്റെ അകത്ത് കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ ഒരു ഹോൾ ഡ്രില്ല് ചെയ്യണം, അതിന് ഹൊറിസോണ്ടലായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ആംഗിളിൽ ഹോൾ ഡ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വർക്ക് ടേബിൾ നമുക്ക് ചരിച്ച് വെക്കാൻ പറ്റും അറ്റ് ആൻ ആംഗിൾ. ഓക്കെ, ഫോർ നോർമൽ ഡ്രില്ലിംഗ് work surface is kept horizontal. If the holes are to be drilled at an angle, table can be tilted. Okay, പിന്നെ അറിഞ്ഞിരിക്കുകയാണ്, ഡിഫറെൻറ്റ് സ്പിൻഡിൽ സ്പീഡ്സ് ആർ അച്ചീവ്ഡ് ബൈ ചേഞ്ചിങ് ദ ബെൽറ്റ് പൊസിഷൻ ഇൻ ദ സ്റ്റെപ്ഡ് പുള്ളീസ്. അപ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് സ്പീഡ് നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റെപ്ഡ് പുള്ളീസ് ആണെന്ന് ഓർക്കുക. അപ്പോൾ അതിലുള്ള ബെൽറ്റ് ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഡിഫറെൻറ്റ് സ്പിൻഡിൽ സ്പീഡ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഫിഗർ. അപ്പോൾ നമുക്ക് സ്റ്റെപ്ഡ് പുള്ളിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് മോട്ടറിൽ നിന്ന് നമുക്ക് ഡ്രൈവ് വരും. എന്നിട്ട് ഈ സ്റ്റെപ്ഡ് പുള്ളി വെച്ചിട്ടാണ് നമുക്കത് ഡ്രില്ലിലോട്ട് വരുന്നത്, മെഷീൻ സ്പിൻഡിൽ നിന്ന് ഡ്രില്ലിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഹൈ സ്പീഡ് എന്ന് പറയുന്ന കേസിൽ ഈ ബെൽറ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഈ വലിയ ഡയമീറ്ററുള്ള പുള്ളിയിൽ നിന്ന് ചെറിയ ഡയമീറ്ററുള്ള പുള്ളിയിലേക്കായിരിക്കും ഡ്രൈവ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോർമൽ സ്പീഡ് എന്ന് പറയുന്നത് രണ്ടും ഏകദേശം സെയിം ഡയമീറ്റർ ആയിരിക്കും. പിന്നെ സ്ലോ സ്പീഡ് എന്ന് പറയുന്നത് ചെറിയ ഡയമീറ്ററുള്ള പുള്ളിയിൽ നിന്ന് വലിയ ഡയമീറ്ററുള്ള പുള്ളിയിലേക്കായിരിക്കും ബെൽറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് പില്ലർ ഡ്രില്ലിംഗ് മെഷീനെ കുറിച്ചാണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഫിഗറാണ് പില്ലർ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ദിസ് ഈസ് ആൻ എൻലാർജ് വെർഷൻ ഓഫ് ദ സെൻസിറ്റീവ് ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ. അപ്പോൾ സെൻസിറ്റീവ് ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ്റെ ഒരു എൻലാർജ് വെർഷനാണ് ഈ പില്ലർ ഡ്രില്ലിംഗ് മെഷീൻ. These drilling machines are mounted on the floor and driven by more powerful electric motors. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പവർഫുൾ ആയിട്ടുള്ള ഇലക്ട്രിക് മോട്ടോഴ്സാണ്. ഇത് മൗണ്ട് ചെയ്തിരിക്കുന്ന ഫ്ലോറിലാണ്. അപ്പോൾ ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അത് ബെഞ്ചിലാണെന്ന് പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പില്ലർ ഡ്രില്ലിംഗ് മെഷീനാണ്. ഇത് തമ്മിൽ തിരിഞ്ഞു പോകാതിരിക്കാനാണ്. ഇതെന്ന് പറയുന്നത് ഫ്ലോറിലാണ്. ഓക്കെ, ഫ്ലോറിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ സെൻസിറ്റീവ് ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീനെ അപേക്ഷിച്ച് മോർ പവർഫുൾ ഇലക്ട്രിക് മോട്ടോഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതും ലൈറ്റ് ഡ്യൂട്ടി വർക്കിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പില്ലർ ഡ്രില്ലിംഗ് മെഷീൻസ് ആർ അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് സൈസസ്. ലാർജർ മെഷീൻസ് ആർ പ്രൊവൈഡ് വിത്ത് റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം. അപ്പോൾ ഈ ടേബിൾ റൈസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം, ഓക്കെ, മെക്കാനിസം നമ്മൾ ഗിയറിൽ പഠിക്കാനുള്ളതാണ്, റാക്ക് ആൻഡ് പിനിയൻ. അപ്പോൾ ഈ റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം ആണ് ലാർജർ മെഷീൻസിൽ നമ്മൾ ടേബിൾ മൂവ് ചെയ്യാനായിട്ട്, റൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഓക്കെ, റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം ഓൾറെഡി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ലീനിയറിനെ റോട്ടറി ആക്കാനും
റോട്ടറിയെ ലീനിയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെക്കാനിസമാണ് റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം. അതിന് പല ആപ്ലിക്കേഷനും ഉണ്ട്. നമ്മൾ ഗിയർ പഠിച്ചപ്പോൾ അതൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡ്രിൽ ഹോൾഡിംഗ് ഡിവൈസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഡ്രില്ല് മെഷീൻസിനെ കുറിച്ച്, 2 മെഷീൻസിനെ കുറിച്ച് ഇപ്പോൾ പഠിച്ചു. ഇനി ഡ്രിൽ ഹോൾഡിംഗ് ഡിവൈസസ്. അതിൽ ഫോർ ഡ്രില്ലിംഗ് ഹോൾസ് ഓൺ മെറ്റീരിയൽസ് ദ ഡ്രിൽസ് ആർ ടു ബി ഹെൽഡ് ആക്യുറേറ്റ്ലി ആൻഡ് റിജിഡ്ലി ഓൺ ദ മെഷീൻസ്. അപ്പോൾ നമുക്കൊരു ഹോൾ ഡ്രിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡ്രില്ല് നമ്മൾ ആ മെഷീൻസിൽ റിജിഡ്ലി ഫിക്സ് ചെയ്തിരിക്കണം. ഓക്കെ, ആക്യുറേറ്റ് ആയിട്ട്, എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഹോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കോമൺ ഡ്രിൽ ഹോൾഡിംഗ് ഡിവൈസസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രിൽ ചക്കുണ്ട്, സ്ലീവ് ഉണ്ട്, സോക്കറ്റ് ഉണ്ട്. മിക്കപ്പോഴും കണ്ടുവരുന്ന ഒരു ഏരിയയാണ് ക്വസ്റ്റ്യനിൽ ഈ സ്ലീവും ചക്കും സോക്കറ്റും. ഓക്കെ, ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, അത് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഡ്രിൽ ചക്ക് എന്ന് പറയുന്നത് അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സ്ട്രൈറ്റ് ഷാങ്ക് ഡ്രിൽസ് ആർ ഹെൽഡ് ഇൻ ഡ്രിൽ ചക്ക്. ഒരു സ്ട്രൈറ്റ് ഷാങ്ക്, ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടേപ്പർ ഷാങ്ക് ഡ്രില്ലിനെ കുറിച്ചും സ്ട്രൈറ്റ് ഷാങ്ക് ഡ്രില്ലിനെ കുറിച്ചും പഠിച്ചായിരുന്നു. അപ്പോൾ സ്ട്രൈറ്റ് ഷാങ്ക് ഡ്രിൽസ് ആണ് ഈ ചക്കിൽ ഹോൾഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഫോർ ഫിക്സിംഗ് ആൻഡ് റിമൂവിംഗ് ഡ്രിൽസ് ദ ചക്സ് ആർ പ്രൊവൈഡ് വിത്ത് എയ്തർ വിത്ത് എ പിനിയൻ ആൻഡ് കീ ഓർ എ നൾഡ് റിംഗ്. അപ്പോൾ ഈ കാണുന്നതാണ് കീ എന്ന് പറയുന്നത്, പിനിയൻ ആൻഡ് കീ. ഓക്കെ, അപ്പോൾ ഈ ഡ്രിൽ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തവർക്ക് അറിയാം, പോർട്ടബിൾ ആയിട്ടുള്ള. അതിൽ നമ്മളെപ്പോഴും ഒരു കീ കൊണ്ടു നടക്കാറുണ്ട്. അപ്പോൾ അത് ആ ഡ്രിൽസിനെ ഫിക്സ് ചെയ്യാനും റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ പിനിയൻ ആൻഡ് കീ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ നൾഡ് റിംഗ് എന്ന് പറയും. ദ ഡ്രിൽ ചക്സ് ആർ ഹെൽഡ് ഓൺ ദ മെഷീൻ സ്പിൻഡിൽ ബൈ മീൻസ് ഓഫ് ആൻ ആർബർ ഫിറ്റഡ് ഓൺ ദ ഡ്രിൽ ചക്ക്. പിന്നെ ഈ ഡ്രിൽ ചക്ക് ഈ മെഷീൻ സ്പിൻഡിലിൽ ഹെൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഡ്രിൽ ചക്ക് മെഷീൻ സ്പിൻഡിൽ ഹെൽഡ് ചെയ്യാനായിട്ട് ഒരു ആർബറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആർബർ. അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത് ചക്കിൻ്റെ ബോഡിയിലോട്ട് ഇൻസെർട്ട് ചെയ്യാനും, ഒരു പോർഷൻ, മറ്റേ പോർഷൻ എന്ന് പറയുന്നത് ഈ സ്പിൻഡിലായിരിക്കും ഇൻസെർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സ്പിൻഡിലിന് ആനുപാതികമായിട്ടുള്ള ടേപ്പർ ആയിരിക്കും ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് മോൾസ് ടേപ്പർ ഫിറ്റ് ഇൻ ടു ദ ചക്ക് ബോഡി. ആ ചക്ക് ബോഡിയിൽ ഫിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മോൾസ് ടേപ്പർ ആയിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ടേപ്പർ സ്ലീവ്സ് ആൻഡ് സോക്കറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ടേപ്പർ ഷാങ്ക് ഡ്രിൽസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ സ്ലീവും സോക്കറ്റും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ടേപ്പർ ഷാങ്ക് ഡ്രിൽസ് ആവേ മോൾസ് ടേപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ടേപ്പർ ഷാങ്ക് ഡ്രിൽസിൽ യൂസ് ചെയ്തിരിക്കുന്ന ടേപ്പർ ഏതാണെന്ന് ചോദിക്കും. ഓപ്ഷനിൽ വേറെയും ടേപ്പറിൻ്റെ പേര് കാണും. മോൾസ് ടേപ്പർ ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. സ്ലീവ്സ് ആൻഡ് സോക്കറ്റ്സ് ആർ മെയ്ഡ് വിത്ത് ദ സെയിം ടേപ്പർ സോ ദാറ്റ് ദ ടേപ്പർ ഷാങ്ക് ഓഫ് ദ ഡ്രിൽ വെൻ എൻഗേജ്ഡ് വിൽ ഗീവ് എ ഗുഡ് വെഡ്ജിങ് ആക്ഷൻ. അപ്പോൾ ഈ സ്ലീവിലും സോക്കറ്റിലും സെയിം ടേപ്പർ ആയിരിക്കും കൊടുത്തിരിക്കുക. സോ ദാറ്റ് ദ ടേപ്പർ ഷാങ്ക് ഓഫ് ദ ഡ്രിൽ വെൻ എൻഗേജ്ഡ് വിൽ ഗീവ് ഗുഡ് വെഡ്ജിങ് ആക്ഷൻ. അതായത് ആ ഡ്രില്ലിലുള്ള അതേ ടേപ്പർ തന്നെയായിരിക്കും ഈ സ്ലീവിലും സോക്കറ്റിനും കൊടുത്തിരിക്കുക. ഡ്യൂ ടു ദിസ് റീസൺ മോൾസ് ടേപ്പർ ആർ കോൾഡ് സെൽഫ് ഹോൾഡിംഗ് ടേപ്പേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, മോൾസ് ടേപ്പറെ പറയുന്ന മറ്റൊരു പേര് സെൽഫ് ഹോൾഡിംഗ് ടേപ്പേഴ്സ് എന്നും പറയാറുണ്ട്. സെൽഫ് ഹോൾഡിംഗ് ടേപ്പർ. ഇപ്പോൾ ഡ്രിൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോൾസ് ടേപ്പറിൻ്റെ ഒരു നമ്പറുണ്ട്. 5 ഡിഫറൻറ്റ് സൈസസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഡ്രിൽസ് ആർ പ്രൊവൈഡ് വിത്ത് 5 ഡിഫറൻറ്റ് സൈസ് ഓഫ് മോൾസ് ടേപ്പർ. അതെന്ന് പറയുന്നത് MD1 തൊട്ട് MD1 തൊട്ട് MD5 വരെയാണ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡ്രിൽസിന് 5 ഡിഫറൻറ്റ് സൈസസ് ആയിരിക്കും നമ്മൾ മോൾസ് ടേപ്പർ യൂസ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് നമ്പർ ചെയ്തിരിക്കുന്നത് MD1 തൊട്ട് MD5 വരെയാണ്. In order to make up the difference in sizes between shanks of the drill, okay, ഡ്രില്ലിൻ്റെ ഷാങ്ക്, okay, and bore of the machine spindle, sleeves of different sizes are used. അപ്പോൾ ഈ മെഷീൻ സ്പിൻഡിലിൻ്റെ ബോറും ഈ ഷാങ്കിൻ്റെ സൈസും, ഡ്രില്ലിൻ്റെ ഷാങ്കിൻ്റെ സൈസസിൻ്റെ ഡിഫറൻസ് മൂലമായിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള സൈസസിലുള്ള സ്ലീവ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ ദ ഡ്രിൽ ടേപ്പർ ഷാങ്ക് ഈസ് ബിഗ്ഗർ ദാൻ ദ മെഷീൻ സ്പിൻഡിൽ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രില്ലിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ആ മെഷീൻ സ്പിൻഡിലിൻ്റെ ഡയമീറ്ററിനെ കാട്ടി വലുതാണെങ്കിൽ, ഇപ്പോൾ ഡ്രില്ലെന്ന് പറയുന്നത് മെഷീൻ സ്പിൻഡിലിൻ്റെ സൈസിനേക്കാൾ വലുതാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേപ്പർ സോക്കറ്റാണ്. ഓക്കെ, ഈ ടേപ്പർ സോക്കറ്റ്, ഈ സോക്കറ്റിലായിരിക്കും നമ്മൾ ഡ്രിൽ ബിറ്റ് കയറ്റിയിടുന്നത്. ഇത് മെഷീൻ സ്പിൻഡിലേക്ക് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സ്ലോട്ടിലായിരിക്കും നമ്മൾ ഡ്രിൽ ബിറ്റ് അലൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഡ്രിൽ ടേപ്പർ ഷാങ്ക് എന്ന് പറയുന്നത് ബിഗ്ഗർ ആണെങ്കിൽ, ഓക്കെ, ബിഗ്ഗർ ദാൻ ദ മെഷീൻ സ്പിൻഡിൽ, ടേപ്പർ സോക്കറ്റ്സ് ആർ യൂസ്ഡ്.
പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന ഫിഗർ ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പം നമ്മളൊരു ഡ്രിൽ ബിറ്റ് മെഷീൻ സ്പിന്നിലേക്ക് കണക്ട് ചെയ്യുന്ന ടൈമിൽ ഒരു വുഡൻ പീസ് നമുക്ക് താഴെ സപ്പോർട്ടിന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ സോഫ്റ്റ് ഫേസ്ഡ് ഹാമർ ലൈറ്റ് ബ്ലോ കൊടുത്തും ഈ ഡ്രിൽ ബിറ്റ് ഇതിൽ ഫിക്സ് ചെയ്യാം. ഇവിടെ ഒരു ബോൾ പീൻ ഹാമറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ. പിന്നെ വൈൽ ഫിക്സിംഗ് ദ ഡ്രിൽ ഇൻ എ സോക്കറ്റ് ഓർ സ്ലീവ് ടാങ്ക് പോർഷൻ ഷുഡ് അലൈൻ ഇൻ ദ സ്ലോട്ട്. അപ്പോൾ നമുക്കൊരു ഡ്രിൽ ബിറ്റിൻ്റെ നോമൻക്ലേച്ചറിൽ നമ്മൾ പഠിച്ചപ്പം ഓക്കെ, ഈ പോർഷൻ നമ്മൾ ടാങ്ക് എന്ന് പറയും. ഇത് ഷാങ്ക് പോർഷനാണ്, ഇത് അതിൻ്റെ ബോഡിയാണ്. അപ്പോൾ ഈ ടാങ്ക് പോർഷൻ എന്ന് പറയുന്നത് നേരത്തെ കാണിച്ച ആ സ്ലോട്ടിൽ അലൈൻ ചെയ്തിരിക്കണം. ഈ കാണുന്ന സ്ലോട്ടിൽ അലൈൻ ചെയ്തിരിക്കണം. വൈൽ ഫിക്സിംഗ് ദ ഡ്രില്ലിനെ സോക്കറ്റ് ഓർ സ്ലീവ്, സോക്കറ്റിലോ സ്ലീവിലോ നമ്മൾ ഡ്രില്ല് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടാങ്ക് പോർഷൻ എന്ന് പറയുന്നത് സ്ലോട്ടിൽ അലൈൻ ചെയ്തിരിക്കണം. ദിസ് വിൽ ഫെസിലിറ്റേറ്റ് ദ റിമൂവൽ ഓഫ് ഡ്രിൽ ഓർ സ്ലീവ് ഫ്രം ദ മെഷീൻ സ്പിൻഡിൽ. ഇതെന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രില്ലിനെ അല്ലെങ്കിൽ സ്ലീവിനെ മെഷീൻ സ്പിൻഡിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ലോട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. യൂസ് എ ഡ്രിഫ്റ്റ് ടു റിമൂവ് ഡ്രിൽസ് ആൻഡ് സോക്കറ്റ്സ് ഫ്രം ദ മെഷീൻ സ്പിൻഡിൽ. അപ്പോൾ ഈ സോക്കറ്റിനെ അല്ലെങ്കിൽ ഡ്രിൽസിനെയൊക്കെ മെഷീൻ സ്പിൻഡിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണെന്ന് ചോദിക്കും. അത് ഡ്രിഫ്റ്റാണ്. ഓക്കെ. ഈ ടേപ്പേർഡ് ആയിട്ടുള്ള വെഡ്ജ് ഷേപ്പുള്ള ഈ ടൂളിനെ പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫോർജിങ്ങിലും വേറെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഡ്രില്ലിനെ മെഷീൻ സ്പിൻഡിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഓർക്കുക. വൈൽ റിമൂവിങ് ദ ഡ്രിൽ ഫ്രം ദ സോക്കറ്റ്സ് ഓർ സ്ലീവ്സ് ഡോണ്ട് അലോ ടു ഫോൾ ഓൺ ദ ടേബിൾ ഓർ ജോബ്സ്. അപ്പോൾ നമ്മളിത് റിമൂവ് ചെയ്യുന്ന ടൈമിൽ താഴത്തൊരു വുഡൻ പ്ലാങ്ക് കൊടുത്തിരിക്കണം. ഓക്കെ. ഡയറക്റ്റ് ടേബിളിലോ ജോബിലോ വീഴുന്ന രീതിയിലാവരുത് നമ്മൾ ആ ഡ്രിൽ ബിറ്റ് അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വർക്ക് ഹോൾഡിംഗ് ഡിവൈസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്. അപ്പോൾ നമുക്ക് ഈ വർക്ക് പീസ് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ ഡ്രില്ല് ചെയ്യാവുള്ളൂ. ഓക്കെ. അല്ലെങ്കിൽ കറക്റ്റ് ഒരു ഹോളായിരിക്കത്തില്ല നമുക്ക് കിട്ടുന്നത്, ചാറ്ററിങ് ഉണ്ടാവും അവിടെ വർക്കിൽ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണത് മുന്നുള്ള നേട്ടം നോക്കാം. വർക്ക് പീസസ് ടു ബി ഡ്രിൽഡ് ഷുഡ് ബി പ്രോപ്പർലി ഹെൽഡ് ഓർ ക്ലാം ടു പ്രിവെൻറ്റ് ദം ഫ്രം റൊട്ടേറ്റിംഗ് അലോങ് വിത്ത് ദ ഡ്രിൽ. ഇപ്പോൾ ഡ്രില്ല് റൊട്ടേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ വർക്ക് പീസും റൊട്ടേറ്റ് ചെയ്യാൻ കാരണമാവും. ഇംപ്രോപ്പർലി സെക്യൂർഡ് വർക്ക് ഈസ് നോട്ട് ഓൺലി എ ഡേഞ്ചർ ടു ദ ഓപ്പറേറ്റർ ബട്ട് ക്യാൻ ഓൾസോ കോസ് ഇനാക്യുറേറ്റ് വർക്ക് ആൻഡ് ബ്രേക്കേജ് ഓഫ് ദ ഡ്രിൽ. അപ്പോൾ ബ്രേക്കേജ് സംഭവിക്കും, ഡ്രില്ലിന് ആക്യുറസി കുറയും, ഇനാക്യുറേറ്റ് ആയിട്ടുള്ള വർക്ക് പീസ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. പിന്നെ ആ ഓപ്പറേറ്ററിൻ്റെ ദേഹത്തേക്ക് ഇത് തെറിക്കാനും അതുമൂലം അപകടം ഉണ്ടാകാനും കാരണമാകും. അപ്പോൾ വേരിയസ് ഡിവൈസസ് ആർ യൂസ് ടു എൻഷുർ പ്രോപ്പർ ഹോൾഡിംഗ്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് വേരിയസ് ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെഷീൻ വൈസ് ആണ്. മെഷീൻ വൈസ് മോസ്റ്റ് ഓഫ് ദ ഡ്രില്ലിംഗ് വർക്ക് ക്യാൻ ബി ഹെൽഡ് ഇൻ എ മെഷീൻ വൈസ്. അപ്പോൾ ഡ്രില്ലിംഗ് നമുക്ക് വർക്ക് ചെയ്യണം. അപ്പോൾ ഒരു മെഷീൻ വൈസിലായിരിക്കും മോസ്റ്റ് ഓഫ് ദ ഡ്രില്ലിംഗ് വർക്ക് ഹെൽഡ് ചെയ്യുന്നത്. എൻഷുർ ദാറ്റ് ദ ഡ്രിൽ ഡസ് നോട്ട് പാസ് ത്രൂ ദ വൈസ് ആഫ്റ്റർ ഇറ്റ് ഹാസ് പാസ് ത്രൂ ദ വർക്ക്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു കാര്യം നമ്മൾ എൻഷുർ ചെയ്യണം. ഈ ഡ്രില്ലെന്ന് പറയുന്നത് നമുക്ക് വർക്ക് സർഫസിൽ, ഇതാണ് നമ്മുടെ വർക്ക് സർഫസ്, അത് ഡ്രില്ല് ചെയ്തതിന് ശേഷം താഴേക്ക് ഈ ഡ്രിൽ ബിറ്റ് പാസ് ചെയ്ത് പോകാൻ പാടില്ല. എൻഷുർ ദാറ്റ് ദ ഡ്രിൽ ഡസ് നോട്ട് പാസ് ത്രൂ ദ വൈസ് ആഫ്റ്റർ ഇറ്റ് ഹാസ് പാസ്ഡ് ത്രൂ ദ വർക്ക്. ഫോർ ദിസ് പർപ്പസ് വർക്ക് ക്യാൻ ബി ലിഫ്റ്റഡ് അപ്പ് ആൻഡ് സെക്യൂർഡ് ഓൺ എ പാരലൽ ബ്ലോക്ക്. അപ്പോൾ നമ്മൾ പാരലൽ ബ്ലോക്കിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ പാരലൽ ബ്ലോക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഈ വർക്ക് എന്ന് പറയുന്ന കുറച്ച് ഹൈറ്റിൽ പൊക്കി വെച്ചിരിക്കും. അല്ലെങ്കിൽ ഡ്രില്ലിങ് കഴിഞ്ഞിട്ട് ഈ ടൂള് പോയി ഈ മെഷീൻ ടേബിളിലോ ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഒരു ഗ്യാപ്പ് അവിടെ നമ്മൾ കൊടുത്തിരിക്കും ആ വൈസിൻ്റെ ബോട്ടത്തിലും വർക്കിലുമായിട്ട്. ഓക്കെ. ദ വർക്ക് ക്യാൻ ബി ലിഫ്റ്റഡ് അപ്പ് ആൻഡ് സെക്യൂർഡ് ഓൺ പാരലൽ ബ്ലോക്സ് പ്രൊവൈഡിങ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് ദ ബോട്ടം ഓഫ് ദ വൈസ്. നെക്സ്റ്റ് അവിടെ യൂസ് ചെയ്യുന്ന ക്ലാംസ് ആൻഡ് ബോൾട്ട്. വർക്ക് ഹോൾഡിംഗ് ഡിവൈസിൽ വരുന്നതാണ് ക്ലാംസ് ആൻഡ് ബോൾട്ട്. ആദ്യം പഠിച്ചത് മെഷീൻ വൈസിനെ കുറിച്ചാണ്. ഇനി ക്ലാംസ് ആൻഡ് ബോൾട്ട്. ഡ്രില്ലിംഗ് മെഷീൻ ടേബിൾസ് ആർ പ്രൊവൈഡ് വിത്ത് ടി സ്ലോട്ട്. അപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ ടേബിൾസിൽ ടി സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ബോൾട്ട് ഹെഡ് ഫിറ്റ് ചെയ്യാനായിട്ടാണ്. ഫോർ ഫിറ്റിംഗ് ബോൾട്ട് ഹെഡ്സ് യൂസിങ് ക്ലാംസ് ആൻഡ് ബോൾട്ട് വർക്ക് പീസസ് ക്യാൻ ബി ഹെൽഡ് റിജിഡ്ലി. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഒരു യു സ്ട്രാപ്പാണ്. ഇതിന് താഴത്തായിട്ട് ഒരു ടി ബോൾട്ട് ഉണ്ട്, അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ നട്ട് അവിടെ ടൈറ്റൻ ചെയ്തിട്ട്, ഇതാണ് നമ്മുടെ വർക്ക്. ഇവിടെയാണ് നമുക്ക് ഡ്രില്ല് ചെയ്യേണ്ടത്. ഇതാണ് വർക്ക്, ഇവിടെ നമുക്ക് ഡ്രില്ല് ചെയ്യണം. ഇത് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇവിടെ താഴത്ത് നമുക്ക് പാക്കിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ക്ലാംസ് ആൻഡ്
ബോൾട്ടിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ടി സ്ലോട്ടാണ് ആ ടേബിളിൽ കൊടുത്തിരിക്കുന്നതെന്ന് ഓർക്കുക ഫിക്സ് ചെയ്യാനായിട്ട്. While using this method, packing should be as far as possible of the same height as the work, the bolt nearer to the work. അപ്പം നമ്മളിവിടെ കൊടുക്കാൻ നേരത്ത് ഇപ്പം നമ്മളിവിടെ പാക്കിങ് കൊടുക്കുന്നു. അപ്പം ഈ വർക്കിൻ്റെ രണ്ട് എക്സ്ട്രീമിലായിട്ടായിരിക്കും നമ്മൾ ഈ പാക്കിങ് കൊടുത്തിരിക്കുന്നത്. അത് സെയിം ഹൈറ്റിലായിരിക്കണം നമ്മൾ കൊടുക്കുക. പിന്നെ ഈ ബോൾട്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് എപ്പോഴും ഈ വർക്കിന് നിയറായിട്ടായിരിക്കണം കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഫിഗറിൽ നോക്കാൻ നേരത്ത് കറക്റ്റ് മെത്തേഡ് ഓഫ് ഫോൾഡിങ് എന്നും പറഞ്ഞ് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അവിടെ ഈ പാക്കിംഗ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വർക്കിനടുത്തായിട്ടാണ് ബോൾട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് വർക്കിന് ഫാറായിട്ടാണ് ബോൾട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റോങ് മെത്തേഡാണ്. അതുപോലെ തന്നെ ഇവിടെ അത് ചരിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം നമ്മുടെ വർക്ക്. ഓക്കെ, ക്ലാമ്പിങ് പ്രോപ്പറായിട്ടല്ല നടക്കുന്നത്. Next, there are many types of clamps. But different types of clamp ഉണ്ട്. And it is necessary to determine the clamping method according to the work. വർക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ ക്ലാമ്പിങ് മെത്തേഡ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫിംഗർ ടൈപ്പാണ്. ഇത് ഓഫ്സെറ്റ്. ഇത് നേരത്തെ കണ്ട യു സ്ട്രാപ്പാണ്. ഇത് സ്ട്രൈറ്റ് ആണ്. ഇത് ഗൂസ് നെക്കാണ്. ഓക്കെ, ഇപ്പോൾ താഴത്തെ ഫിഗറിൽ കാണാം. ഇതാണ് നമ്മുടെ വർക്ക്. അതിനെ ക്ലാമ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഫ്ലാറ്റ് ടേപ്പേർഡ് ആയിട്ടുള്ള ക്ലാമ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ടി ഹെഡ് ബോൾട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ നെറ്റിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹാൻഡ് ടാപ്സ് ആൻഡ് റഞ്ചസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ ഒരു ഹാൻഡ് ടാപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്, ഹാൻഡ് ടാപ്സ് ആർ യൂസ്ഡ് ഫോർ ഇന്റേണൽ ത്രെഡിങ് ഓഫ് കമ്പോണൻസ്. അപ്പോൾ ഇന്റേണൽ ത്രെഡിങ്, ഓക്കെ, ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാനായിട്ടാണ് ഹാൻഡ് ടാപ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ ടാപ്പ് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ അത് ഹൈ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ടായിരിക്കും മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് ഹാർഡൻ ചെയ്തിട്ടുണ്ടായിരിക്കും, ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഹാൻഡ് ടാപ്സിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അത് ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാനാണെന്നും ഹൈ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും ഹാർഡൻ ചെയ്തിട്ടുണ്ടായിരിക്കും, ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. പിന്നെ ത്രെഡ്സ് ഇതിൽ കട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പെരിഫറിയിലായിരിക്കും. ത്രെഡ്സ് ആർ കട്ട് ഓൺ ദ പെരിഫറി ആൻഡ് ആർ ആക്യുറേറ്റ്ലി ഫിനിഷ്ഡ്. അത് ആക്യുറേറ്റ് ആയിട്ട് ഫിനിഷിങ് ചെയ്തിട്ടുണ്ടായിരിക്കും. ടു ഫോം ദ കട്ടിങ് എഡ്ജസ്, ഫ്ലൂട്ട്സ് ആർ കട്ട് അക്രോസ് ദ ത്രെഡ്. ഈ ത്രെഡിന് അക്രോസ് ആയിട്ട് ഫ്ലൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഡ്രില്ലിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഈ ടാപ്പിലും ഫ്ലൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും കട്ടിങ് എഡ്ജസ് ഫോം ചെയ്യാനായിട്ട്. ഓക്കെ, ദ എൻഡ് ഓഫ് ദ ഷാങ്ക് ഓഫ് ദ ടാപ്പ് ഈസ് മെയ്ഡ് ഓഫ് സ്ക്വയർ ഷേപ്പ് ഫോർ പർപ്പസ് ഓഫ് ഹോൾഡിങ് ആൻഡ് ടേണിങ് ദ ടാപ്സ്. ഇപ്പം നെക്സ്റ്റ് അറിയേണ്ടത് ഈ ഹാൻഡ് ടാപ്സിൻ്റെ എൻഡ് എന്ന് പറയുന്നത്, ഷാങ്കിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഒരെൻഡ് സ്ക്വയർ ആയിട്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാപ്സിനെ ഹോൾഡ് ചെയ്യാനും ടേൺ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഹാൻഡ് ടാപ്സിൻ്റെ എൻഡ് സ്ക്വയർ ആയിട്ട് മേഡ് ചെയ്തിരിക്കുന്നത്. ദ എൻഡ് ഓഫ് ദി ടാപ്സ് ആർ ചാംഫേർഡ്. അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത്, ഈ എൻഡ് നമ്മൾ നോക്കാൻ നേരത്ത് ഇതുപോലെ ചാംഫർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദ എൻഡ് ഓഫ് ദി ടാപ്സ് ആർ ചാംഫേർഡ്. അതിനെ ടേപ്പർ ലീഡ് എന്ന് പറയുന്ന ഈ ഏരിയ. ഓക്കെ, അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ അസിസ്റ്റിംഗ് അലൈനിങ് ആൻഡ് സ്റ്റാർട്ടിങ് ഓഫ് ദി ത്രെഡ്. അപ്പോൾ നമുക്കൊരു ത്രെഡ് കട്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ അതിനെ അസിസ്റ്റ് ചെയ്യാനും അലൈൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ചാംഫറിങ് അതിൻ്റെ എൻഡിൽ കൊടുത്തിരിക്കുന്നതെന്ന് ഓർക്കുക. പിന്നെ സൈസ് ഓഫ് ദ ടാപ്സ്, ഇപ്പോൾ ഏത് സൈസാണ്, ഇപ്പോൾ ടാപ്പിൻ്റെ സൈസ്. ഓക്കെ, ദ ത്രെഡ് സ്റ്റാൻഡേർഡ്, ഏത് ത്രെഡ് സ്റ്റാൻഡേർഡ് ആണ്, മെട്രിക് ആണോ, BSW ആണോ, ഓക്കെ, അതുപോലെ തന്നെ BSF ഫൈൻ ത്രെഡ് ആണോ, ആ രീതിയിൽ ഏത് ത്രെഡ് സ്റ്റാൻഡേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പിച്ച് ഓഫ് ദ ത്രെഡ്, ഏത് പിച്ചാണ് യൂസ് ചെയ്യുന്നത്, 1.5 ആണോ, 1.25 ആണോ, 1 ആണോ, ആ നിലക്കുള്ള മാർക്കിങ് കാണും. അതുകൂടാതെ ഡയമീറ്റർ ഓഫ് ദ ടാപ്പിംഗ് ഹോൾ ആർ യൂഷ്വലി മാർക്ക്ഡ് ഓൺ ദ ഷാങ്ക്. അപ്പോൾ ആ ഷാങ്കിൽ എന്തൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് കൂടെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ആ ടാപ്പിൻ്റെ സൈസ് ഉണ്ടായിരിക്കും, അവിടെ യൂസ് ചെയ്യുന്ന ത്രെഡ് സ്റ്റാൻഡേർഡ് ഏതാണ്, പിന്നെ പിച്ച് ഓഫ് ദ ത്രെഡ് ഉണ്ടായിരിക്കും, ഡയമീറ്റർ ഓഫ് ദ ടാപ്പിംഗ് ഹോൾ ഉണ്ടായിരിക്കും. ഓക്കെ, മാർക്കിംഗ് ഓൺ ദ ഷാങ്ക് ആർ ഓൾസോ മെയ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ടൈപ്പ് ഓഫ് ടാപ്പ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ മാർക്കിങ്ങിൽ എന്തൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാം, ഏത് ടൈപ്പ് ആണെന്നുള്ള നിലയ്ക്ക്. ഇപ്പോൾ ഫസ്റ്റ് ടാപ്പാണോ, സെക്കൻഡ് ആണോ, പ്ലഗ് ആണോ. അപ്പോൾ ടാപ്പിൻ്റെ 3 ടൈപ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. അതിൽ ഫസ്റ്റ് ടാപ്പ് ഉണ്ട്, സെക്കൻഡ് ടാപ്പ് ഉണ്ട്, പ്ലഗ് ടാപ്പ് ഉണ്ട്. അപ്പോൾ അതും ഈ ഷാങ്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്.
അതിൽ തന്നെ നമുക്ക് ഈ ഫിഗറിലോട്ട് നോക്കാൻ നേരത്ത് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് ടാപ്പിന് ഇവിടെ മാർക്ക് ചെയ്തിരിക്കും ചിലപ്പോൾ ഒരു റിംഗ് ആയിട്ടായിരിക്കും. സെക്കൻഡ് ടാപ്പിന് 2 റിംഗ് കാണും. പ്ലഗ് ടാപ്പിന് 3 റിംഗ് കാണും. ഓക്കെ, ടൈപ്സ് ഓഫ് ടാപ്സ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഹാൻഡ് ടാപ്സ് ഫോർ എ പർട്ടിക്കുലർ ത്രെഡ് ആർ അവൈലബിൾ ആസ് എ സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 3 പീസസ്. 3 പീസായിട്ടായിരിക്കും ഹാൻഡ് ടാപ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സെറ്റ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ടാപ്പ് അല്ലെങ്കിൽ അതിനെ കൂടുതൽ ടേപ്പർ വരുന്നതുകൊണ്ട് അതിനെ ടേപ്പർ ടാപ്പ് എന്ന് പറയും. ഓക്കെ, ടേപ്പർ ടാപ്പ് ഫസ്റ്റ് നമ്മൾ കട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ടാപ്പ് അല്ലെങ്കിൽ അതിനെ ടേപ്പർ ടാപ്പ് എന്ന് പറയും. സെക്കൻഡ് ടാപ്പിനെ പറയുന്ന പേരാണ് ഇന്റർമീഡിയറ്റ് ടാപ്പ്. ഈ മൂന്നിൽ നടുക്ക് വരുന്നതുകൊണ്ട് ഇതിനെ ഇന്റർമീഡിയറ്റ് എന്ന് പറയാം. തേർഡ് വൺ എന്ന് പറയുന്ന പ്ലഗ് അല്ലെങ്കിൽ അതിനെ ബോട്ടമിംഗ് ടാപ്പ് എന്ന് പറയാം. നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ബോട്ടമിംഗ് ടാപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റഫായിട്ട് കട്ട് ചെയ്ത് തുടങ്ങുന്നത് ഫസ്റ്റ് ടാപ്പ് അല്ലെങ്കിൽ ടേപ്പർ ടാപ്പ് വെച്ചായിരിക്കും. ഫിനിഷ് ചെയ്യുന്നത് പ്ലഗ് ടാപ്പ് അല്ലെങ്കിൽ ബോട്ടമിംഗ് ടാപ്പ് വെച്ചായിരിക്കും എന്ന് ഓർക്കുക. പിന്നെ ഇതിൻ്റെ ആംഗിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടാപ്പിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 4 ഡിഗ്രി ആയിരിക്കും. സെക്കൻഡ് ടാപ്പിൻ്റെ എന്ന് പറയുന്നത് 10 ഡിഗ്രി. ബോട്ടമിംഗ് ടാപ്പ് അല്ലെങ്കിൽ പ്ലഗ് ടാപ്പിൻ്റെ എന്ന് പറയുന്നത് 20 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിളും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ആംഗിൾസും നോമൻക്ലേച്ചറൊക്കെ വരുന്ന ഏരിയയാണ്. ജസ്റ്റ് അതെന്താണെന്നൊന്ന് ഫിഗറിൽ നിന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് പഠിക്കേണ്ടതായിട്ടില്ല. നെക്സ്റ്റ്, ദ ടേപ്പർ ടാപ്പ് ഈസ് ടു സ്റ്റാർട്ട് ദ ത്രെഡ്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞായിരുന്നു ടേപ്പർ ടാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ത്രെഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണത്, ഏത് ടാപ്പ് വെച്ചിട്ടാണ് ത്രെഡ് നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങുന്നത്? അത് ടേപ്പർ ടാപ്പാണ്. ഓക്കെ, ഇറ്റ് ഈസ് പോസിബിൾ ടു ഫോം ഫുൾ ത്രെഡ്സ് ബൈ ദ ടേപ്പർ ടാപ്പ് ഇൻ ത്രൂ ഹോൾസ് വിച്ച് ആർ നോട്ട് ഡീപ്പ്. ഓക്കെ, അപ്പോൾ ഫുൾ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ടേപ്പർ ടാപ്പാണ്. ത്രൂ ഹോൾസ് വിച്ച് ആർ നോട്ട് ഡീപ്പ്, ഡീപ്പ് അല്ലാത്ത ത്രൂ ഹോൾസിൽ നമ്മൾ ടേപ്പർ ടാപ്പ് വെച്ചിട്ടാണ് ഫുൾ ഫോം ഓഫ് ത്രെഡ് കട്ട് ചെയ്യുന്നത്. ദ ബോട്ടമിംഗ് ടാപ്പ് ഈസ് യൂസ് ടു ഫിനിഷ് ദ ത്രെഡ്സ് ഓഫ് എ ബ്ലൈൻഡ് ഹോൾ ടു ദ കറക്റ്റ് ഡെപ്ത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബ്ലൈൻഡ് ഹോള് ഫിനിഷ് ചെയ്യാൻ വേണ്ടി കറക്റ്റ് ഡെപ്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബോട്ടമിംഗ് ടാപ്പ് അല്ലെങ്കിൽ പ്ലഗ് ടാപ്പ് ആണെന്ന് ഓർക്കുക. ടു ഫിനിഷ് ദ ത്രെഡ്സ് ഓഫ് എ ബ്ലൈൻഡ് ഹോൾ ടു ദ കറക്റ്റ് ഡെപ്ത്. ഫോർ ഐഡന്റിഫൈയിങ് ദ ടൈപ്പ് ഓഫ് ടാപ്സ് ക്വിക്ക്ലി, ടാപ്സ് ആർ എയ്തർ നമ്പേർഡ് 1 2 3 ഓർ റിങ്സ് ആർ മാർക്ക്ഡ് ഓൺ ദ ഷാങ്ക്. ഇപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു റിങ്സിൻ്റെ കാര്യം. ഒന്നുകിൽ ആ ഷാങ്കിൽ 1 2 3 എന്ന് കാണും, അല്ലെങ്കിൽ ഓരോ റിങ് കാണും ഇതുപോലെ. ഇപ്പോൾ 3 എണ്ണം ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ പ്ലഗ് ടാപ്പ് ആയിരിക്കും. ഓക്കെ, 2 എണ്ണം ഉള്ളത് ഇന്റർമീഡിയറ്റ് ടാപ്പ് ആയിരിക്കും അല്ലെങ്കിൽ സെക്കൻഡ് ടാപ്പ് ആയിരിക്കും. ഫസ്റ്റ് ടാപ്പ് അല്ലെങ്കിൽ ടേപ്പർ ടാപ്പ് എന്ന് പറയുന്ന ഒരു റിങ്ങേ കാണത്തുള്ളൂ. അപ്പോൾ ആ കാര്യം കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. The taper tap has 1 ring, the intermediate tap has 2 rings, and the bottoming tap has 3 rings. Okay. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടാപ്പ് റഞ്ചസിനെ കുറിച്ചാണ്. ടാപ്പ് റഞ്ചസ്. അപ്പോൾ നമുക്ക് ടാപ്പ് നമ്മൾ യൂസ് ചെയ്യാം ഹാൻഡ് ടാപ്സ്. ഓക്കെ, ആ ടാപ്പ് റഞ്ചസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ടാപ്പ് റഞ്ചസ് ആർ യൂസ് ടു അലൈൻ ആൻഡ് ഡ്രൈവ് ഹാൻഡ് ടാപ്സ് കറക്റ്റ്ലി ഇൻ ടു ദ ഹോൾ ടു ബി ത്രെഡഡ്. അപ്പോൾ നമുക്കൊരു ഹോൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ത്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് ടാപ്പ് മാത്രം പോരാ, അത് ഹോൾഡ് ചെയ്യാനും അതിനെ ട്വിസ്റ്റ് ചെയ്യാനായിട്ടൊരു ടാപ്പ് റഞ്ചസും കൂടെ വേണം. ഓക്കെ, ഒരു സ്പാനറിൻ്റെ പോലത്തെ വർക്കിംഗ് തന്നെയാണ് ഇവിടെ ഈ ടാപ്പ് റഞ്ചസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടാപ്പ് റഞ്ചസ് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഇപ്പോൾ ടാപ്പ് റഞ്ചസ് ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ റഞ്ച് ഉണ്ട്, ടി ഹാൻഡിൽ ടൈപ്പ് ടാപ്പ് റഞ്ച് ഉണ്ട്, സോളിഡ് ടൈപ്പ് ടാപ്പ് റഞ്ച് ഉണ്ട്. അപ്പോൾ അത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റഞ്ച്, ഓർ അതിനെ പറയുന്ന മറ്റൊരു പേരുണ്ട് ബാർ ടൈപ്പ്. അപ്പോൾ ബാർ ടൈപ്പ് ടാപ്പ് റഞ്ചിനെ പറയുന്ന പേര് ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റഞ്ച് ആണ്. ഓക്കെ, ഡബിൾ എൻഡഡ് സ്പാനറുമായിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റഞ്ച് എന്ന് പറയുന്ന 2 എൻഡിൽ ഇതുപോലെ റഞ്ചസ് കാണും. ഓക്കെ, ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ വേരിയസ് സൈസസ്. അപ്പോൾ ഇതിൻ്റെ സൈസസ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 175 250 350. ഓക്കെ, 175 250 350 ആണ് ഇതിൻ്റെ ലോങ് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടാപ്പ് റഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റഞ്ച് ആണ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന പേര് ബാർ ടൈപ്പ് ടാപ്പ് റഞ്ച് ആണ്. ദീസ് ടാപ്പ് റഞ്ചസ് ആർ മോർ suitable ഫോർ ലാർജ് ഡയമീറ്റർ ടാപ്സ്. അപ്പോൾ ഇതെന്ന് പറയുന്ന ലാർജ് ഡയമീറ്റർ ഉള്ള ടാപ്സിലാണ് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ക്യാൻ ബി യൂസ്ഡ് ഇൻ ഓപ്പൺ പ്ലേസസ് വെയർ ദർ നോ ഒബ്സ്ട്രക്ഷൻ ടു ടേൺ ദ ടാപ്പ്. അപ്പോൾ ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഓപ്പൺ പ്ലേസസിലേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് റെസ്ട്രിക്ഷൻ ഒന്നും വരാത്ത സ്ഥലത്ത് മാത്രമേ നമുക്ക് ഈ ഡബിൾ എൻഡഡ് ആയിട്ടുള്ള ടാപ്പ് റഞ്ച് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇത്രയും സ്പേസ് വേണം നമുക്ക്.
സ്പേസ് ഇല്ലാത്ത ഒരു ഒബ്സ്ട്രക്ഷൻ ഉള്ള ഒരു ഏരിയയിൽ കൊണ്ടുപോയി നമുക്ക് ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റഞ്ച് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതിൽ നിന്ന് നമുക്ക് അറിയേണ്ട പോയിന്റ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ വേരിയബിൾ സൈസസ് അറിഞ്ഞിരിക്കുക, 175, 250, 350. പിന്നെ ലാർജ് ഡയമീറ്റർ ടാപ്സിനായിരിക്കും ഇത് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓപ്പൺ പ്ലേസസിലായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. ഒബ്സ്ട്രക്ഷൻ ഉള്ള സ്ഥലത്ത് നമുക്കിത് ടേൺ ചെയ്യാൻ പറ്റില്ല ഈ ടാപ്പ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സെലക്ട് ദ കറക്റ്റ് സൈസ് ഓഫ് റഞ്ച്. അപ്പോൾ നമ്മളൊരു ടാപ്പ് യൂസ് ചെയ്യാൻ നേരത്ത് കറക്റ്റ് സൈസിലുള്ള റഞ്ചായിരിക്കണം അവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ടീ ഹാൻഡിലാണ്. ടീ സ്പാനറൊക്കെ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഇരിക്കുന്നതാണ് ടീ ഹാൻഡിൽ ടാപ്പ് റഞ്ച്. ദീസ് ആർ സ്മോൾ അഡ്ജസ്റ്റബിൾ ചക്സ് വിത്ത് 2 ജോസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്മോൾ ആണ്, അഡ്ജസ്റ്റബിൾ ചക്സ് കാണും. ഓക്കെ, 2 ജോസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇനി ജോസിൻ്റെ എണ്ണം അറിഞ്ഞില്ലെന്ന് വേണ്ട, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആ രീതിയിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ ടീ ഹാൻഡിൽ ടാപ്പ് റഞ്ചിന് എത്ര ജോസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ജോസ് ഉണ്ട്. ഒരു ഹാൻഡിൽ കാണും ടു ടേൺ ദ റഞ്ച്. ദീസ് ടാപ്പ് റഞ്ച് ഈസ് യൂസ്ഫുൾ ടു വർക്ക് ഇൻ റെസ്ട്രിക്റ്റഡ് പ്ലേസസ്. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അത് ഓപ്പൺ പ്ലേസസിലാണെങ്കിൽ ഇത് റെസ്ട്രിക്റ്റഡ് പ്ലേസസിൽ യൂസ് ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് ടേൺഡ് വിത്ത് 1 ഹാൻഡ് ഓൺലി. ഒറ്റ കൈ കൊണ്ട് ഇത് ടേൺ ചെയ്യാൻ പറ്റും. മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ സ്മോളർ സൈസസ് ഓഫ് ടാപ്സ്. അപ്പം സ്മോളർ സൈസസ് ഉള്ള ടാപ്സിലാണ് ഇത് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. റെസ്ട്രിക്റ്റഡ് പ്ലേസസ്, 1 ഹാൻഡ്. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് ഇതേപോലെ എഴുതി വെക്കുക. ഇപ്പോൾ ടീ ഹാൻഡിനെ കുറിച്ച് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, റെസ്ട്രിക്റ്റഡ് പ്ലേസസിൽ യൂസ് ചെയ്യാം, 1 ഹാൻഡ് മതി, പിന്നെ സ്മോളർ ടാപ്പ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സോളിഡ് ടൈപ്പ് ടാപ്പ് റഞ്ച് ആണ്. സോളിഡ് ടൈപ്പ് ടാപ്പ് റഞ്ച്. ദീസ് റഞ്ചസ് ആർ നോട്ട് അഡ്ജസ്റ്റബിൾ. സോളിഡ് എന്ന് പറയാൻ നേരത്തെ തന്നെ അറിയാം, അഡ്ജസ്റ്റബിൾ അല്ല. ദീസ് റഞ്ചസ് ആർ നോട്ട് അഡ്ജസ്റ്റബിൾ. ദേ ക്യാൻ ടേക്ക് ഓൺലി സർട്ടൻ സൈസസ് ഓഫ് ടാപ്സ്. അപ്പോൾ ഒരു നിശ്ചിത സൈസ് മാത്രമേ ഇതിൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദേ ക്യാൻ ടേക്ക് ഓൺലി സർട്ടൻ സൈസസ് ഓഫ് ടാപ്സ്. ദിസ് എലിമിനേറ്റ്സ് ദ യൂസ് ഓഫ് റോങ് ലെങ്ത് ഓഫ് ദ ടാപ്പ് റഞ്ചസ് ആൻഡ് ദസ് പ്രിവെൻറ്റ്സ് ഡാമേജ് ടു ദ ടാപ്സ്. അപ്പോൾ ഒരു പ്രത്യേക അളവിലല്ലോ, അപ്പോൾ ഒരു 10 ആണെങ്കിൽ ആ 10 മാത്രമേ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ റോങ് ലെങ്തിലുള്ള ടാപ്പ് റഞ്ചസ് യൂസ് ചെയ്യുന്നത് എലിമിനേറ്റ് ചെയ്യും. അതുവഴി ഈ ടാപ്പിന് ഡാമേജ് വരില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടാപ്പിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ടാപ്പ് ഡ്രിൽ സൈസ് നമുക്ക് പഠിക്കാനുണ്ട്, ഇത് വഴിയെ പഠിക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻസിനെ കുറിച്ചാണ്. അപ്പോൾ റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈസ് യൂസ്ഡ് ടു ഡ്രിൽ ലാർജ് ഡയമീറ്റർ ഹോൾസ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, ലാർജ് ഡയമീറ്റർ ഹോൾസ് ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഹോൾസ് ഇൻ 1 സെറ്റിംഗ് ഓഫ് വർക്ക് പീസ്. ഇപ്പോൾ ഒരു സെറ്റിങ്ങിൽ മൾട്ടിപ്പിൾ ഹോൾസ് ഡ്രിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു ലാർജ് ഡയമീറ്റർ ഹോൾസ്. പിന്നെ ഹെവി ആൻഡ് ലാർജ് വർക്ക് പീസസ് ഡ്രിൽ ചെയ്യാനൊക്കെ ആയിട്ടാണ് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അപ്പോൾ ഇതിലൊരു പില്ലർ കാണും. ഓക്കെ, ആ പില്ലറിൽ ഒരു റേഡിയൽ ആം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലായിരിക്കും നമ്മുടെ സ്പിൻഡിൽ ഹെഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഈ റേഡിയൽ ആമിൽ ടു ആൻഡ് ഫ്രോ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ഒരു റിക്വേർഡ് പൊസിഷനിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ റേഡിയൽ ആമിന് നമുക്കൊരു സ്വിങ്ങിങ് മൂവ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിക്വേർഡ് ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ഡ്രിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിതിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ ഫീച്ചേഴ്സ്. റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ ഹാസ് എ റേഡിയൽ ആം ഓൺ വിച്ച് സ്പിൻഡിൽ ഹെഡ് ഈസ് മൗണ്ടഡ്. അപ്പോൾ സ്പിൻഡിൽ ഹെഡ് എവിടെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയൽ ആമിലാണ്. സ്പിൻഡിൽ ഹെഡ് ക്യാൻ ബി മൂവ്ഡ് അലോങ് ദ റേഡിയൽ ആം ആൻഡ് ക്യാൻ ബി ലോക്ക്ഡ് ഇൻ എനി പൊസിഷൻ. ഈ സ്പിൻഡിൽ ഹെഡ് എന്ന് പറയുന്നത് ഈ റേഡിയൽ ആമിലൂടെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ആയിട്ട് റിക്വേർഡ് പൊസിഷനിൽ അത് ലോക്ക് ചെയ്ത് വെക്കാനും സാധിക്കും. റേഡിയൽ ആം ഈസ് സപ്പോർട്ടഡ് ബൈ എ പില്ലർ. ആ പില്ലറിനെ പറയുന്ന പേര് കോളം എന്ന് പറയും. ഓക്കെ, ആ റേഡിയൽ ആം എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് പില്ലറാണ്. ഇറ്റ് ക്യാൻ ബി റൊട്ടേറ്റഡ് എബൌട്ട് ദ പില്ലർ ആ സെൻറ്റർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ പില്ലറിനെ സെൻറ്ററാക്കി വെച്ചുകൊണ്ട് ഈ ആമിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെയർഫോർ ദ ഡ്രിൽ സ്പിൻഡിൽ ക്യാൻ കവർ ദ എൻറ്റയർ വർക്കിംഗ് സർഫസ് ഓഫ് ദ ടേബിൾ. ആ ടേബിളിൻ്റെ എൻറ്റയർ വർക്കിംഗ് സർഫസ് നമുക്ക് ഈ ഡ്രിൽ സ്പിൻഡിലിന് കവർ ചെയ്യാൻ സാധിക്കും. ദ ആം ക്യാൻ ബി ലിഫ്റ്റഡ് ഓർ ലോവേർഡ്. നമുക്ക് പില്ലറുണ്ട്, അതിലൊരു റേഡിയൽ ആം ഉണ്ട്, അതിലാണ് സ്പിൻഡിൽ ഹെഡ് വരുന്നത്. ഈ ആമിനെ നമുക്ക് റിക്വേർഡ് പൊസിഷനിൽ സ്വിങ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യാനും പറ്റും. ലോവർ ചെയ്യാനും ഇതിനെ ലിഫ്റ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, പിന്നെ മോട്ടർ മൗണ്ടഡ് ഓൺ ദ സ്പിൻഡിൽ ഹെഡ് റൊട്ടേറ്റ്സ് എ സ്പിൻഡിൽ. അപ്പോൾ ഈ സ്പിൻഡിൽ ഹെഡിലൊരു മോട്ടർ കൊടുത്തിട്ടുണ്ട്, അതായിരിക്കും സ്പിൻഡിലിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. പിന്നെ ഇതിലൊരു വേരിയബിൾ സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ലാർജ് റേഞ്ച് ഓഫ് RPM നമുക്കിവിടെ കിട്ടും. അപ്പോൾ വേരിയബിൾ സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഓക്കെ, സ്റ്റെപ്ഡ്
കോൺ പുള്ളി അല്ല, വേരിയബിൾ സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ സ്പിൻഡിൽ ക്യാൻ ബി റൊട്ടേറ്റഡ് ഇൻ ബോത്ത് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈ സ്പിൻഡിൽ എന്ന് പറയുന്നത് നമുക്ക് ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ആംഗുലർ ഹോൾസ് ക്യാൻ ബി ഡ്രിൽഡ് ഓൺ മെഷീൻസ് ഹാവിങ് ടിൽറ്റിംഗ് ടേബിൾ. അപ്പോൾ ടിൽറ്റിംഗ് ടേബിളുള്ള മെഷീൻസിൽ നമുക്ക് ആംഗുലർ ആയിട്ടുള്ള ഒരു ഹോൾസും ഡ്രിൽ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബേസിലാണ് കൂളൻ്റ് ടാങ്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതുപോലെയുള്ള ചെറിയ പോയിൻ്റൊക്കെ ആയിരിക്കും ഇവർ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. കൂളൻ്റ് ടാങ്ക് എവിടെയാണ് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബേസിലാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രിക്കോഷൻസിനെ കുറിച്ചാണ്. എൻഷുർ ദാറ്റ് ദ സ്പിൻഡിൽ ഹെഡ് ആൻഡ് ദ ആംസ് ആർ ലോക്ക്ഡ് പ്രോപ്പർലി ടു അവോയ്ഡ് വൈബ്രേഷൻ. അപ്പോൾ സ്പിൻഡിൽ ഹെഡും ആമും നമുക്ക് വേണ്ട സ്ഥലത്ത് ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ വൈബ്രേഷൻ ഉണ്ടാകും. ഓക്കെ, പിന്നെ വർക്ക് പീസ് ആൻഡ് ഡ്രിൽ ഷുഡ് ബി റിജിഡ്ലി ഹെൽഡ്. ആ വർക്ക് പീസ് ടേബിളിൽ ടീ സ്ലോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, ടീ ബോൾട്ട് വെച്ചായിരിക്കും അവിടെ മൗണ്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്രില്ലും റിജിഡലി ആ സ്പിൻഡിൽ ഹെഡിൽ ഫിക്സ് ചെയ്തിരിക്കണം. ഓക്കെ, സ്പിൻഡിലിൽ ഫിക്സ് ചെയ്തിരിക്കണം. ബ്രിങ് ബാക്ക് ദ സ്പിൻഡിൽ ഹെഡ് നിയറർ ടു ദ പില്ലർ ആഫ്റ്റർ യൂസ്. അപ്പോൾ നമുക്ക് ഈ പില്ലറുണ്ട്, ഓക്കെ, ഈ കാണുന്നതാണ് പില്ലർ. അപ്പോൾ നമ്മൾ ഈ സ്പിൻഡിൽ ഹെഡ് ഉണ്ടല്ലോ, നമുക്ക് യൂസ് കഴിഞ്ഞതിന് ശേഷം അതിനടുത്തേക്കാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഈ സ്പിൻഡിൽ ഹെഡ് എന്ന് പറയുന്നത്, ഈ സ്പിൻഡിൽ ഹെഡ് നമ്മൾ വർക്കിന് ശേഷം ഈ പില്ലറിനടുത്തേക്കാക്കി മൂവ് ചെയ്ത് വെച്ചേക്കണം. ബ്രിങ് ബാക്ക് സ്പിൻഡിൽ ഹെഡ് നിയർ ടു ദ പില്ലർ ആഫ്റ്റർ യൂസ്. സ്വിച്ച് ഓഫ് പവർ വെൻ നോട്ട് ഇൻ യൂസ്. യൂസ് ദ ഡ്രിൽ ഡ്രിഫ്റ്റ് ഫോർ റിമൂവിങ് ഡ്രിൽസ്, ചക്സ് ഓർ സോക്കറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡ്രിഫ്റ്റ് ഉപയോഗിച്ചിട്ട് വേണം, അതിൻ്റെ പ്രിക്കോഷനായിട്ട് പറയുന്നതാണ് ആ ഡ്രില്ല് അല്ലെങ്കിൽ ചക്ക് സോക്കറ്റൊക്കെ റിമൂവ് ചെയ്യാനായിട്ട്. യൂസ് എ മിനിമം നമ്പർ ഓഫ് സോക്കറ്റ്സ് ആൻഡ് സ്ലീവ്സ് ടു മേക്ക് ഫോർ ദ സ്പിൻഡിൽ ബോർ സൈസ്. അപ്പോൾ ഇതെന്ന് പറയുന്ന മിനിമം നമ്പർ ഓഫ് സോക്കറ്റ്സും സ്ലീവും ആയിരിക്കണം നമ്മൾ സ്പിൻഡിൽ ബോർ സൈസിനനുസരിച്ച് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലീൻ ആൻഡ് ഓയിൽ ദ മെഷീൻ ആഫ്റ്റർ യൂസ്. അപ്പോൾ നമ്മൾ കൂളൻ്റ് ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം ആ മെഷീൻ നമ്മൾ ക്ലീൻ ചെയ്തിരിക്കണം. സ്റ്റോപ്പ് ദ മെഷീൻ ടു റിമൂവ് ദ സ്വാർഫ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സ്വാർഫൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ആദ്യം മെഷീൻ സ്റ്റോപ്പ് ചെയ്യണം. അതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഡെബ്രീസ് ഒക്കെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാവുള്ളൂ. യൂസ് എ ബ്രഷ് ടു ക്ലീൻ ദ ചിപ്സ് ആൻഡ് സ്വാർഫ്. അപ്പോൾ ഈ ചിപ്സും സ്വാർഫൊക്കെ റിമൂവ് ചെയ്യാനായിട്ടൊരു ബ്രഷും യൂസ് ചെയ്യണം. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട നെക്സ്റ്റ് ടോപ്പിക് ടാപ്പ് ഡ്രില്ല് സൈസിനെ കുറിച്ചാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ടാപ്പ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അവിടെ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഹോൾ ഡ്രില്ല് ചെയ്യുക എന്നുള്ളതാണ്. ബിഫോർ എ ടാപ്പ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ഇന്റേണൽ ത്രെഡ്സ് എ ഹോൾ ഈസ് ടു ബി ഡ്രിൽ. അവിടെ ഒരു ഹോൾ ഡ്രില്ല് ചെയ്തിരിക്കണം. ദ ഡയമീറ്റർ ഓഫ് ദ ഹോൾ ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് മെറ്റീരിയൽ ഇൻ ദ ഹോൾ ഫോർ ദ ടാപ്പ് ടു കട്ട് ദ ത്രെഡ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഹോൾ ഡ്രില്ല് ചെയ്യുന്നു. നമ്മൾ ടാപ്പ് യൂസ് ചെയ്യാൻ നേരത്ത് അവിടെ ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാനായിട്ട് അവിടെ മെറ്റീരിയൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് ആയിരിക്കും നമ്മളവിടെ ടാപ്പ് ഡ്രിൽ സൈസ് സെലക്ട് ചെയ്യുന്നത്. ടാപ്പ് ഡ്രിൽ സൈസസ് ഫോർ ഡിഫറെൻറ്റ് ത്രെഡ്സ്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ഐസോമെട്രിക് ത്രെഡിൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ടാപ്പ് ഡ്രിൽ സൈസ് M10 1.5 mm ത്രെഡ് ഉള്ളതിൻ്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് M10 ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് നോമിനൽ ഡൈയും അല്ലെങ്കിൽ അതിനെ മേജർ ഡയമീറ്റർ എന്ന് പറയും. ഈ 1.5 എന്ന് പറയുന്നത് അതിൻ്റെ പിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കുന്നത് മൈനർ ഡയമീറ്റർ ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മേജർ ഡയമീറ്റർ മൈനസ് 2 ഇൻറ്റു ഡെപ്ത് ആണ്. ഇപ്പോൾ ഒരു ഡെപ്ത് ഓഫ് എ ത്രെഡ് എന്ന് പറയുന്നത് ഈ D എന്ന് പറയുന്നത് 0.6134 ഇൻറ്റു പിച്ച് ഓഫ് എ സ്ക്രൂ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പിച്ച് ഓഫ് എ സ്ക്രൂ എന്ന് പറയുന്നത് 1.5 ആണെന്ന് മനസ്സിലായി. ഇപ്പോൾ മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇത് ഡയറക്റ്റ് ഇക്വേറ്റ് ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, 10 mm മൈനസ് 2 ഇൻറ്റു ഡെപ്ത് എന്ന് പറയുന്നത് 0.6134 ഇൻറ്റു പിച്ച് ഓഫ് എ സ്ക്രൂ ആണ്. 1.5. അപ്പോൾ ഇതെന്ന് പറയുന്നത് 3 ഇൻറ്റു 0.6134 എന്ന് കിട്ടും. ഓക്കെ, നമുക്കത് എളുപ്പമുള്ള രീതിയിൽ ഏതാണോ ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിന് ശേഷം നമുക്ക് 2 ഇൻറ്റു ഡെപ്ത് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് 1.839 എന്ന് കിട്ടും. അതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ വാല്യൂ ആണ് നമ്മുടെ ടാപ്പ് ഡ്രിൽ സൈസ് എന്ന് പറയുന്നത്. This tap drill will produce 100% thread because this is equal to the minor diameter of the tap. അപ്പോൾ ഇതെന്ന് പറയുന്നത് 100% നമുക്ക് ത്രെഡ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു ത്രെഡിൻ്റെ ആവശ്യമില്ല. ഫോർ മോസ്റ്റ് ഫാസ്റ്റനിങ് പർപ്പസ് 100% ഫോംഡ് ത്രെഡ് ഈസ് നോട്ട് റിക്വയർഡ്. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് നെറ്റ് എന്ന് പറയുന്നത് 60% ത്രെഡിൽ തന്നെ അത് സ്ട്രോങ് ആയിരിക്കും. എ സ്റ്റാൻഡേർഡ് നെറ്റ് വിത്ത് 60% ത്രെഡ് ഈസ് സ്ട്രോങ് ഇനഫ് ടു ബി ടൈറ്റൻഡ് അൻറ്റിൽ ദ ബോൾട്ട് ബ്രേക്സ് വിത്തൗട്ട് സ്ട്രിപ്പിംഗ് ദ ത്രെഡ്. ഓക്കെ, ആ ത്രെഡിനെ ഒരു കുഴപ്പവും പറ്റാതെ തന്നെ
സ്ട്രിപ്പ് ഓഫ് ചെയ്ത് പോകുന്നതായിരിക്കും. ഫർദർ ഇറ്റ് ഓൾസോ റിക്വയർസ് എ ഗ്രേറ്റർ ഫോഴ്സ് ഫോർ ടേണിംഗ് ദ ടാപ്പ് ഇഫ് എ ഹയർ പെർസെൻറ്റേജ് ഓഫ് ഫോർമേഷൻ ഓഫ് ത്രെഡ് ഈസ് റിക്വയർഡ്. ഇപ്പോൾ ഒരു 100% നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ വേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യാൻ നേരത്ത് കൺസിഡറിങ് ദിസ് ആസ്പെക്ട് എ മോർ പ്രാക്ടിക്കൽ അപ്രോച്ച് ഫോർ ഡിറ്റർമിൻ ദ ടാപ്പിൾ സൈസ്. അപ്പോൾ ടാപ്പിൾ സൈസ് അല്ലാതെ നമുക്ക് ഒരു 60% 75% മതി എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ട് മേജർ ഡയമീറ്റർ മൈനസ് പിച്ച് ചെയ്യാൻ നേരത്ത് നമുക്ക് ഡയറക്റ്റ് 8.5 mm എന്ന് കിട്ടും. ഇതെന്ന് പറയുന്നത് ടാപ്പിൾ സൈസ് ഐസോമെട്രിക് ത്രെഡ്സിൻ്റെ ഒരു ടേബിൾ ഉണ്ട്, അതുമായിട്ട് കമ്പയർ ചെയ്യണം. ഓക്കെ, ഈ കാണുന്നതാണ് ആ ടേബിൾ എന്ന് പറയുന്നത്. ഇപ്പം ഐസോമെട്രിക് ത്രെഡിൻ്റെ 60 ആണ് അതിൻ്റെ ഫ്ലാങ്ക് ആംഗിൾ എന്ന് പറയുന്നത്, ഇൻക്ലൂഡഡ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ഇത് 3 mm ഡയമീറ്റർ ഉള്ളതിൻ്റെയാണ്. അവിടെ നമുക്ക് പിച്ച് തന്നിരിക്കുന്നത് 0.5 ആണ്. അത്തരം കേസിൽ നമ്മൾ ടാപ്പിൾ സൈസ് എന്ന് പറയുന്നത് 2.5 ആണ്, ടാപ്പിൾ ഡയമീറ്റർ എന്ന് പറയുന്നത് 2.5 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ 4 എന്ന് പറയുന്നത് അതേപോലെ തന്നെ 0.7, 3.3 അങ്ങനെ ഓരോ വാല്യൂസാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് 10 വരാൻ നേരത്ത് 1.5, 8.5 വരുന്നുണ്ട്. അതുപോലെ തന്നെ 20ൻ്റെ വാല്യൂ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിച്ച് സൈസസ്, പിന്നെ ഇതിൽ തന്നെ ഒരു ഡിഫറൻ്റ് ഉണ്ട്, ഫൈൻ പിച്ചും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയും ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല ഇതിൽ. അപ്പോൾ നമുക്ക് ഈ ടേബിൾ ജസ്റ്റ് ഒന്ന് ചില വാല്യൂസ് മാത്രം ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ത്രെഡിൻ്റെ കേസായിരിക്കും തരുന്നത്. സാധാരണയായിട്ട് കണ്ടുവരുന്നത് M10-ൻ്റെയാണ്, M10 × 1.5. നിങ്ങൾ ആ വാല്യൂ കാണാതെ പഠിച്ചിരുന്നാലും മതി. ഒന്നുകിൽ ഓപ്ഷനിൽ 8.5 കാണും, അല്ലെങ്കിൽ 8.3 അടുത്തൊരു വാല്യൂ കാണും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, 8.2 അടുത്തൊരു വാല്യൂ ആയിരിക്കും, 8.2. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ.